അയ്യപ്പ സംഗമം നടക്കുന്നു 20-ാം തീയതി. എവിടെ വെച്ചിട്ടാ? ഭഗവാന്റെ പുണ്യ സങ്കേതത്തിൽ വെച്ച്. ആരാ വിളിച്ചു ചേർക്കുന്നത്? കേരള ഭരണകൂടമാണ് അയ്യപ്പന്മാരുടെ സംഘം വിളിച്ചു ചേർക്കുന്നത്. ഏത് സർക്കാർ? 2018 അതേ പിണറായി വിജയൻ സർക്കാർ. നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ പരിപാടിക്ക് പങ്കെടുക്കേണ്ടത്. പങ്കെടുക്കേണ്ടവർക്ക് ഒക്കെ പങ്കെടുക്കാം. പക്ഷെ ചോദ്യം നമ്പർ 1, ആരാണ് വിളിക്കുന്നത്? ചോദ്യം നമ്പർ 2, ആരെയാണ് വിളിക്കുന്നത്? ചോദ്യം നമ്പർ 3, എന്തിനാണ് വിളിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയാൽ ഒരൊറ്റ അയ്യപ്പൻ, ബോധമുള്ള അയ്യപ്പൻ അവിടെ പോകില്ല. ബോധമില്ലാത്തവർ അവിടെ ഉണ്ടാവും കേട്ടോ, ആളൊക്കെ ഉണ്ടാവും. കാരണം സാധാരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത അയ്യപ്പന്മാരൊക്കെ അവിടെ പോകും, ഇല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരും. ആരാണ് വിളിക്കുന്നത്? രഹന ഫാത്തിമയെ, കനകദുർഗയെ, ബിന്ദുവിനെ കയറ്റിയിട്ട് ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിച്ച അതേ സർക്കാർ. ഞങ്ങളിപ്പോ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിന്ദു അമ്മിണിയെ വിളിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാറായ ആളാണ് ആര്? ബിന്ദു അമ്മിണി. ഇനി ബിന്ദു അമ്മിണിയെ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് വട്ടുപോയ കേസാണ്. നിങ്ങൾ കനകദുർഗയെ വിളിക്കണം. ജീവിതം കുളമായി പോയൊരു സ്ത്രീയാണ്. കനകദുർഗയുടെ അവസ്ഥ അറിയപ്പോഴേ, മലപ്പുറത്തെ കനകദുർഗ ശബരിമലയിൽ പോയി തിരിച്ചു വന്നപ്പോ അപ്പൊ തന്നെ വിറക് കൊള്ളിക്കൊണ്ട് ഭർത്താവിന്റെ അമ്മ അടിച്ചോടിച്ചു. ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. ഭർത്താവ് ഉപേക്ഷിച്ചു. മക്കളും പറഞ്ഞു വേണ്ട എന്ന്. വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകാൻ പറഞ്ഞ് രാവിലെ ഇറങ്ങിയ സ്ത്രീയാണ്. പിന്നെ കാണുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോ പത്രത്തില്, TV-യിൽ, ഏതമ്പലത്തിലാണ് പോയത്? ശബരിമലയിൽ. അപ്പൊ അന്ന് അമ്മ ചോദിച്ചിട്ടുണ്ട്, നീ ഒരു അമ്പലത്തിലും പോകാത്തവളല്ലേ? നീ ദൈവത്തിൽ വിശ്വസിക്കാത്തവളല്ലേ? ദൈവത്തെ നിഷേധിക്കുന്നവളല്ലേ? ഇനി അയ്യപ്പന്റെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ എത്രയോ അയ്യപ്പന്റെ അമ്പലമുണ്ട്, നിനക്ക് പോയിക്കൂടെ? അല്ല, ഞാൻ വേറൊരു അയ്യപ്പന്റെ അമ്പലത്തിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എവിടെ കണ്ടു? കനകദുർഗ രോഗം കൊണ്ടും ദുരിതം കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? പിണറായി വിജയൻ സർക്കാരിന്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ. ഹിന്ദുവിന്റെ പുണ്യസങ്കേതമായ കോടിക്കണക്കിന് ഹിന്ദുക്കളെ ഒരു തീർത്ഥാടന കാലത്ത് ഒരുമിപ്പിക്കുന്ന പുലയനും പറയനും നായരും നമ്പൂതിരിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP-യും എല്ലാ വ്യത്യാസങ്ങളും മറന്ന് മണ്ഡലമാസത്തിൽ 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി പോകുന്ന ശബരിമലയിൽ സുപ്രീം കോടതിയുടെ തെറ്റിദ്ധാരണ കൊണ്ട് കേരള സർക്കാർ പറഞ്ഞതുകൊണ്ട് സ്ത്രീ പ്രവേശനമാവാം എന്ന് പറഞ്ഞാൽ അത് രഹന ഫാത്തിമ എന്ന് പറയുന്ന ചുംബന സമര നായികയ്ക്ക് പോകാമെന്നല്ല പറഞ്ഞത്. ഈ കൂട്ടത്തിൽ ആർത്തവചക്രം ശരീരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതിക്ക് ശബരിമലയിൽ പോകണമെന്ന് വിശ്വാസിയായ യുവതിക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പോകൂ എന്നാണ് സുപ്രീം കോടതി ഉദ്ദേശിച്ചത്. പക്ഷെ ഹിന്ദുവിന്റെ വീട്ടിൽ നിന്ന് ഒരൊറ്റ യുവതി പോയില്ല. ഒരു ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും യുവതികൾ പോയില്ല. ഒരു സംസ്ഥാന നേതാവിന്റെ വീട്ടിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുവതികളെ കൊണ്ടുപോയില്ല. നാട്ടിനും വീട്ടിനും വേണ്ടാത്ത കൊള്ളാത്ത 3 സ്ത്രീകളാണ് അവിടെ വന്നത്. ഒന്നാമത് വന്ന് രഹന ഫാത്തിമ. യൂട്യൂബിലൊന്നും അടിച്ചേക്കരുതേ, ഈ സാധനത്തിന്റെ പല ചിത്രങ്ങളും കാണും. തണ്ണിമത്തനില്ലേ, നമ്മുടെ നാട്ടിൽ ബത്തക്ക എന്ന് പറയും. ഇത് 2ആയി മുറിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ചുവപ്പ് തിന്നളയും. ഈ പച്ച എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലൊക്കെ പശുവിന് കൊടുക്കും, ഇല്ലേ? ഇല്ലെങ്കിൽ കളയും. ഇവളിത് കളഞ്ഞില്ല, ഇത് ബ്രായാക്കി. ബ്രാ കണ്ടില്ലേ? എന്റെ അമ്മമാര് കൂടുതൽ വിശദീകരിച്ചുകൂടാ. എന്നിട്ട് അതിനൊരു ചരട് കെട്ടി. എന്നിട്ട് ഈ ബ്രായുമായിട്ട് എറണാകുളം സിറ്റിയിലൂടെ നടന്നു. ഒരു ചെറിയ ജഡ്ഡിയും ഈ ബ്രായും. അവളുടെ പേരാണ് രഹന ഫാത്തിമ. ഇവളെ നമ്മൾ കണ്ടത് എവിടെയാ? 300 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി. ഏത് പോലീസാ? ADGP ശ്രീജിത്ത് സാർ. എത്ര നല്ല മനുഷ്യനാണെന്ന് അറിയോ? എത്ര നല്ല അയ്യപ്പന്റെ ഭക്തനാണെന്നറിയോ? ഏറ്റവും നല്ല അയ്യപ്പന്റെ പാട്ട് പാടുന്ന ആൾ കൂടിയാ. അയാൾ കരഞ്ഞുകൊണ്ട്, മനസ്സിൽ കരഞ്ഞുകൊണ്ട്, ഈ വൃത്തികെട്ട സ്ത്രീയെയും കൊണ്ട്, അതും യൂണിഫോം, ഒരിക്കലും പോലീസ് അല്ലാത്ത ഒരാൾ പോലീസിന്റെ യൂണിഫോം ധരിച്ചാൽ ക്രൈമാ. എനിക്ക് ഈ പോലീസിന്റെ യൂണിഫോം ഇടാവും. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ടിട്ട് നാട്ടിൽ പോ. പോലീസിന്റെ യൂണിഫോം ഇട്ടിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പിടിച്ച് അറസ്റ്റ് ചെയ്യും. അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ത് തോന്നിയ ദിവസം കാണിക്കലല്ല. ആ പോലീസിന്റെ യൂണിഫോമും ഹെൽമറ്റും കൊടുത്തു പിണറായിയുടെ പ്രത്യേക പോലീസ് സേന. ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന DYFIയുടെ പോലീസ് സേന കൊടുത്തു. ഇതൂട്ടുകൊണ്ട് ശബരിമലയിലേക്ക് കയറി വരാൻ പരിശ്രമിച്ചു രഹന ഫാത്തിമ. പക്ഷെ അടുത്തെത്തുമ്പോഴേക്ക് ഭക്തന്മാർ തടഞ്ഞു. ഭക്തന്മാരുടെ ആ പ്രതിഷേധം ഭയന്ന് അവൾ തിരിച്ചു നടന്നു. പക്ഷെ അവൾ കയറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസമാണ് ശ്രീ സാർ തൊപ്പിയും യൂണിഫോം കഴിച്ചു വെച്ച് അയ്യപ്പന്റെ മുന്നിൽ പോയി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം കണ്ടു. നമ്മുടെ നല്ലവരായ പല പോലീസ് ഓഫീസേഴ്സും ഈ കെട്ട സർക്കാരിന്റെ ആ പിടിവള്ളിയിൽ ഇങ്ങനെ മുറുകിക്കിടക്കുകയാണ്. തീർന്നില്ല. കനകദുർഗ ബിന്ദു അമ്മിണി, നാട്ടിനും വീടിനും കൊള്ളാത്ത, മുമ്പ് നമ്മൾ അറിയാത്ത, ഒരു മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടില്ലാത്ത 2 സ്ത്രീകൾ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെങ്കിൽ 2 വഴികളുണ്ട്.
ഒന്നുകിൽ സുന്ദരമായ വേഷം ധരിച്ച് നന്നായി കുളിച്ച് വൃത്തിയായി അതിമനോഹരമായ വേഷമൊക്കെ ധരിച്ച് നിങ്ങൾ ഈ ടൗണിലൂടെ പോയാൽ നിങ്ങളൊരു 10 ആൾ പോകും. ആരാണ് ഈ സുന്ദരി, ആരാണ് ഈ സുന്ദരൻ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ആ ടൗണിൽ കിടക്കുന്ന 1000 ആൾ നിങ്ങളെ നോക്കണമോ? ഒരൊറ്റ കാര്യം, ഉടുതുണിയില്ലാതെ അങ്ങോട്ട് പോകും. 1000 ആൾ നിങ്ങളെ നോക്കും. ഇപ്പണിയാണ് കനകദുർഗയിൽ ബിന്ദു എടുത്തത്. നാട്ടുകാർക്കും അറിയാത്ത, വീട്ടിന് കൊള്ളാത്ത ഈ 2 സ്ത്രീകൾ ശബരിമലയിൽ പോകുവാൻ വേണ്ടി കറുത്ത മുണ്ടെടുത്ത് മാല ധരിച്ചുകൊണ്ട് അവർ ശബരിമലയിൽ കയറാൻ പരിശ്രമിച്ചു. ഭക്തന് സംഭവിച്ചില്ല. എത്ര പേര് മരിച്ചു എന്നറിയാം. ഞങ്ങളുടെ തൊട്ടടുത്ത ഗുരുസ്വാമി ആത്മാഹുതി കളഞ്ഞു. കുന്നുമൽ ഭഗവതി ക്ഷേത്രത്തിലെ ഗുരുസ്വാമി, കൊയിലാണ്ടിയിലെ ഗുരുസ്വാമി ആത്മാഹുതി മരിച്ചു കളഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല ഇത്. കാരണം ആ ഭക്തി അത്രയേറെ ആഴത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. അങ്ങനെയാണ് ഒരു ദിവസം നട്ടപ്പാറിന്റെ സമയത്ത് ആംബുലൻസിൽ കയറ്റി ശബരിമലയുടെ പിറകിലേക്കെത്തി ചാക്കിൽ കെട്ടിയ 2 സ്ത്രീകളെ, ഏകദേശം പുരുഷന്മാരാണെന്ന് തോന്നിക്കുന്ന, മീശയില്ലാത്ത ധാരാളം പുരുഷന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള തോന്നിക്കുന്ന രീതിയിൽ വേഷം കെട്ടിച്ച് ശബരിമലയിൽ കൊണ്ടുപോയി ശബരിമലയുടെ ആചാരത്തെ തകർത്തവരാണ് ഇപ്പോൾ അയ്യപ്പ സംഘം വിളിക്കുന്നത്. പോകണമോ വേണ്ടയോ ചിന്തിക്കണം. തന്ത്രിമാര് ജഡ്ഡിയിടാത്തവരാണ്. ജി സുധാകരൻ സന്യാസിമാരുടെ ആസനത്തിൽ കുന്തം കുത്തിക്കയറ്റണം. ജി സുധാകരൻ 2018 ഓഗസ്റ്റ് മാസം വെള്ളപ്പൊക്കം വന്നപ്പോൾ ശബരിമലയിൽ ആർക്കും പോകാൻ കഴിയാത്തത് കൊണ്ട് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു. സ്വരാജ് ഇവരെല്ലാവരും ചേർന്നാണ് അയ്യപ്പ സംഗമം വിളിക്കുന്നത്. ആര് വിളിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ഒരാൾ നോട്ടീസ് വന്നു. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു. ആരാണ്? നോക്കി കുട്ടിക്ക് മോട്ടിവേഷൻ ക്ലാസ് വേണം. അപ്പൊ നോക്കുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. പോകുമോ ഇല്ലയോ? എന്റെ കുട്ടിയെ ഞാൻ 1000 രൂപ കൊടുത്താൽ 2000 രൂപ കൊടുത്ത് പറഞ്ഞേക്കും നമ്മളില്ലേ. അത്ര അനുഭവം കൊണ്ട ഒരു മനുഷ്യനാണ്. ഭാവാത്മകമായ കാഴ്ചപ്പാട് വെച്ച് പുറത്തുന്ന ആളാണ്. മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വരുന്നു. 10,000 ഫീസ്. ശശി തരൂരാണ് വരുന്നത്. അത്രയേറെ രാജ്യത്തോട് സ്നേഹമുണ്ട്. പാർട്ടി കോൺഗ്രസ്സാ, അതിൽ പെട്ടുപോയതാ പാവം. രാജ്യത്തോട് അങ്ങനെ കൂറുള്ള മനുഷ്യനാണ്. മറിച്ച് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വരുന്നു ഗോവിന്ദ ചാമി. ആളെ വിടുവോ നമ്മള്? വിടില്ല. ആര് വിളിക്കുന്നു? ആരാണ് അയ്യപ്പ സംഘം വിളിക്കുന്നത്? ചിന്തിക്കണം. രണ്ടാമത്, ആരെയാണ് വിളിക്കുന്നത്? ശബരിമലയിൽ പോകണമെങ്കിൽ നിങ്ങൾ 5 കാര്യങ്ങളിൽ വിശ്വസിക്കണം. നമ്പർ 1 പരമേശ്വരനിൽ വിശ്വസിക്കണം. നമ്പർ 2 മഹാവിഷ്ണുവിൽ വിശ്വസിക്കണം. നമ്പർ 3 ഈ 2 ശക്തിയിൽ നിന്നും അയ്യപ്പൻ ഭൂജാതനായെന്ന് വിശ്വസിക്കണം. മണികണ്ഠൻ. നമ്പർ 4 പന്തള രാജാവിന്റെ മകനായി വളർത്തപ്പെട്ട അയ്യപ്പന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് ശബരിമല എന്ന് വിശ്വസിക്കണം. 5ാമത്തേത് പരമപ്രധാനം, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് വിശ്വസിക്കണം. ഈ 5 വിശ്വാസമില്ലാത്ത ഒരുത്തനും കയറി നിറങ്ങേണ്ട സ്ഥലമല്ല ശബരിമല. ഈ വിശ്വാസം എനിക്കില്ല. നിന്നോട് ആര് പോകാൻ പറഞ്ഞു? ശബരിമലയിൽ പോകാത്തവൻ അമ്പലത്തിൽ പുറത്താക്കുവോ? ശബരിമലയിൽ പോകാത്തവൻ നമ്മൾ കല്യാണം വീട്ടിൽ കയറ്റാതിരിക്കുവോ? അതൊക്കെ മതത്തിൽ. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര നിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് വിളിച്ച് ആദരിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം ജീവിക്കാൻ എന്ന് ഒരിടത്തും വാശി പിടിക്കാത്തവരാണ് ഹിന്ദുക്കൾ. പക്ഷെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുവെങ്കിൽ അതിന്റെ മര്യാദക്ക് പോകണം. നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് അമ്പലത്തിൽ പോകുന്നു, അവിടെ ഒരു ആചാരമുണ്ട്, ആ മര്യാദ പാലിക്കാൻ നിങ്ങൾ പറ്റില്ലേ? നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട. നിങ്ങൾ കൊട്ടിയൂർ പോകുന്നു, കൊട്ടിയൂര് എല്ലാ ദിവസവും കൊട്ടിയൂർ പോകാൻ പറ്റുമോ? കൊട്ടിയൂരിൽ ഭഗവാനെ ദർശിക്കുവാൻ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തെ പോകാൻ പറ്റുള്ളൂ. ശബരിമലയിൽ ഒരു സമയമുണ്ട്. നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ അവിടെ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കണം. ഗുരുവായൂർ പോകുന്ന ഭക്തന്മാർക്ക് കാല് കഴുകുവാനുള്ള ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളത്തിൽ റീലി ചിത്രീകരിക്കുവാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം യുവതി കാല് കഴുകാൻ വരേണ്ടതില്ല. എന്തിനാ വരുന്നത്? എന്താ നിങ്ങളുടെ നാട്ടിലൊരു പ്രഭാഷകനുണ്ടല്ലോ, സുരേഷ് ബാബു. അയാൾ പറയാ തന്ത്രിമാരുടെ കാലിനേക്കാൾ ശുദ്ധമാണ് മുസ്ലിം സ്ത്രീയുടെ കാല്. ഇവിടെ മുസ്ലിം സ്ത്രീയുടെ കാലും തന്ത്രിയുടെ കാലും തമ്മിലാണോ പ്രശ്നം? നിങ്ങളൊരു വീടുണ്ടാക്കി സുരേഷ് ബാബു, ആ വീട്ടിന്റെ ഉള്ളിൽ അയാൾ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. നാട്ടുകാർ കുളിക്കാൻ പറ്റുമോ? എന്നിട്ട് എന്തിനു വേണ്ടിയാ വീട്ടിന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത്? അയാൾക്ക് വേണ്ടിയാ. അയാളുടെ വീട് പണിയുമ്പോൾ ബംഗാളികളെ ധാരാളം ഉണ്ടാവൂലേ? ഗൃഹപ്രവേശന കർമ്മം കഴിഞ്ഞാൽ അയാളുടെ ബെഡ്റൂമിലെ ടോയ്ലറ്റിൽ പോയിട്ട് ഈ ബംഗാളിക്ക് മൂത്രമൊഴിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. ഒരു വീട് പണിയുമ്പോൾ വീട്ടിന്റെ കോലായിൽ ആര് കയറാം, വീട്ടിന്റെ റിസപ്ഷനിൽ ആര് കയറാം, അടുക്കളയിലേക്ക് ഒരാൾ തള്ളി വരുന്ന അമ്മമാർക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. നമ്മുടെ അടുക്കളയിൽ കയറുവാൻ നമ്മൾ അപൂർവ ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. എന്നാൽ ഒരാളും കയറാൻ പാടില്ല സ്ഥലമാണ് നമ്മുടെ ബെഡ്റൂം. അത് സ്വകാര്യമാണ്, നമ്മുടെ സ്വകാര്യ സ്ഥലമാണ്. നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെ സ്വകാര്യതയാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത്.
അപ്പൊ ബംഗാളി ചേർന്നിട്ടാണ് ബെഡ്റൂം ഉണ്ടാക്കിയത്, ബംഗാളിയാണ് ടൈലൊട്ടിച്ചത്, ബംഗാളിയാണ് ഫർണിഷ് ചെയ്തത് എന്ന് കരുതി ഗൃഹപ്രവേശം കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന ബെഡ്റൂമിൽ ബംഗാളി കയറ്റുമോ? സുരേഷ് ബാബു കാര്യം മനസ്സിലാക്കണം. ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അമ്പലം ചുമരല്ല, വിഗ്രഹം കല്ലല്ല, അത് ദേവ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരുള്ളതല്ല ഗുരുവായൂർ. ആ വട്ടത്തിൽ കാണുന്നവന്റെ പേരാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ച മുഖ്യമന്ത്രിക്കുള്ളതല്ല ഗുരുവായൂർ. അത് ഭക്തൻ മൂർത്തിയെ പ്രതിഷ്ഠിച്ചതാ. ആദ്യം ഉണ്ടായത് നമ്മൾ ഹിന്ദുക്കൾ ഭക്തന്മാരാണ്. നമ്മളെ മൂർത്തിയെ ഉണ്ടാക്കി ഈ നാട്ടിലെ അമ്പലങ്ങൾ കൂടെ ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാ. ആർക്ക് വേണ്ടി? മുസ്ലിമിന് വേണ്ടിയാ? ക്രിസ്ത്യാനിക്ക് വേണ്ടിയാ? അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നതിന് വേണ്ടിയാ? നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര, ക്ഷയത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നത് ക്ഷേത്രം. അവിടെ വിഗ്രഹത്തെ നമ്മൾ പ്രദർശിച്ചു. എന്താ വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം ഹിന്ദുക്കൾ മനസ്സിലാക്കണം. വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹം. ഞാൻ തൊട്ടടുത്ത കടയിൽ ചെന്നു, 3 നിറത്തുള്ള തുണികൾ വാങ്ങി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി കത്തിച്ചു. എന്തൊരു കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? എന്റെ പോകലിലെ പൈസ പോയി. ഞാൻ തൊട്ടടുത്ത കടയിൽ ചെന്നു, 3 നിറത്തിലുള്ള തുണികൾ കൊണ്ടുണ്ടാക്കിയ ദേശീയ പതാക വാങ്ങി കത്തിച്ചു. എന്തൊരു കുഴപ്പമുണ്ടോ? പിന്നെ എന്നെ കാണാൻ നിങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വരണം, 2 കൊല്ലം അവിടെ കിടക്കണം. ഞാൻ ചെയ്ത തെറ്റെന്താ? ആദ്യം 3 തുണികൾ വെവ്വേറെ കത്തിച്ചു. പക്ഷെ ഈ 3 തുണികൾക്കിടയിലൂടെ ഒരു നൂല് കടന്നു പോയിട്ട് അത് ദേശീയ പതാകയായി മാറി കത്തിച്ചാൽ ദേശീയ പതാക ജീവനുണ്ടോ? ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഞാൻ വരുമ്പോ ചെങ്കൊടി കണ്ടു. ഒന്ന് കത്തിച്ചു നോക്കൂ, തല തന്നെ പോയി കിട്ടും. കടയിൽ കിടന്ന ചുവന്ന തുണി ദീർഘ ചതുരാകൃതിയിൽ വെട്ടി ചെങ്കൊടിയാക്കിയാൽ അത് കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ പ്രതീകമാണ്. അവർ പറയാറുണ്ടല്ലോ, ചെഗുവേരയുടെ മാവോ സെത്തൂങ്ങിനെ പോലെയുള്ള ധീര വിപ്ലവകാരികളുടെ സ്മരണകൾ അന്തി ഉറങ്ങുന്ന ചെങ്കൊടി. കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും ധീരരക്ത സാക്ഷികളുടെ ചോരയിൽ മുക്കിയെടുത്ത ചെങ്കൊടി. ഇത് തൊട്ടവനെ ഞങ്ങൾ തട്ടും എന്നവർ പറയാറുണ്ട്. കടയിൽ കിടന്ന തുണി ദേശീയ പതാകയാകുമ്പോൾ, ചെങ്കൊടിയാകുമ്പോൾ, പാർട്ടികളുടെ കൊടിയാകുമ്പോൾ അതവരുടെ ആശയത്തിന്റെ പ്രതീകമാകുന്നതിന്റെ പേരാണ് വിഗ്രഹം. വിശേഷേണ ഗ്രാഹയതി വിഗ്രഹ. ക്വാറിയിൽ കിടന്ന കരിങ്കല്ലിൽ ഒരു ശില്പി ഗുരുവായൂരപ്പനെ കൊത്തിയാൽ നമ്മൾ ആരാധിക്കൂല. ആ ഗുരുവായൂരപ്പനെ ഗുരുവായൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മൾ ആരാധിക്കില്ല. ശ്രീകോവിലിന്റെ ഉള്ളിൽ അഷ്ടബന്ധ കലശത്തിൽ ഉറപ്പിച്ച് തന്ത്രിവര്യൻ പ്രാണപ്രതിഷ്ഠയെ ചെയ്ത് ശാന്തി കർമ്മങ്ങൾ നടത്തി നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ വിളങ്ങി നിൽക്കുന്ന ഭഗവാന്റെ മുന്നിലാണ് ഹിന്ദുക്കൾ നമസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുവിന്റെ ദൈവങ്ങൾ കല്ലുകളും മണ്ണുകളുമല്ല, വിഗ്രഹങ്ങളാണ്. വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ഗ്രാഹയതി വിഗ്രഹ എന്നാണ്. ഇത് തിരിച്ചറിഞ്ഞവരുള്ളതാണ് ക്ഷേത്രം. അപ്പൊ ആരെയാണ് വിളിക്കുന്നത്? ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന് ഈ 5 വിശ്വാസങ്ങളെ. കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു, സ്വർഗരതിയുടെ സന്താനമാണ് അയ്യപ്പനെന്ന്. പരമേശ്വരനും വിഷ്ണുവും ആണുങ്ങളാണല്ലോ. വിഷ്ണുവിന്റെ ശക്തി ചൈതന്യത്തിൽ നിന്നും ഭൂജാതയായ മായാമോഹിനിയിലാണ് ഉണ്ടായത്. വിഷ്ണു അവിടെ തന്നെ കടുക. ഗർഭമാത്രമുള്ള മായാമോഹിനിയിൽ ഉണ്ടാക്കപ്പെട്ട കുഞ്ഞാണ് മണികണ്ഠൻ. നമ്മുടെ വിശ്വാസം ഇത്. വിശ്വാസമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? വണ്ടിയിൽ കയറിയാൽ കിടന്നുറങ്ങാറില്ല, ബസ് കയറിയാലേ. ഡ്രൈവർക്ക് ഭ്രാന്തുണ്ടോ, ലൈസൻസ് ഉണ്ടോ നോക്കാറുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു എന്നത് സത്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. നാളെ രാവിലെ എഴുന്നേൽക്കും എന്നത് വിശ്വാസമാണ്. ഇന്നലെ രാത്രി എന്റെ കൂടെ ഉറങ്ങാൻ കിടന്ന 800 കോടി ആളുകളിൽ ഇന്ന് രാവിലെ 60,000 ആളുകൾ എഴുന്നേറ്റിട്ടില്ല. സൈലന്റ് അറ്റാക്ക് കൊണ്ട് ഒരു ദിവസം ഭൂമിയിൽ 60,000 ആളുകൾ മരിച്ചു പോകുന്നു. 2026 ജനുവരി 1 ചില പദ്ധതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ഡയറിയിൽ. 26 ജനുവരി 1 ഉണ്ടാകുമെന്ന വിശ്വാസമില്ല. നമുക്ക് ആർക്കും ജീവിക്കാൻ സാധ്യമാണോ? അയ്യപ്പനുണ്ടെന്ന് വിശ്വാസമാണ്, പരമേശ്വരനുണ്ടെന്ന് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാ അമ്പലത്തിൽ പോകുന്നു? ഞങ്ങൾ ആരെങ്കിലും AK സെന്റർ വരാറുണ്ടോ? നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ കെട്ടിപ്പൊക്കിയതാണ് നിങ്ങളുടെ സൗധങ്ങൾ. അവിടെ ഞങ്ങൾക്കുള്ളതല്ലത്. കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ അവിടെ ഞങ്ങൾ വരാറില്ല. അതുപോലെ ഞങ്ങളുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ക്ഷേത്രങ്ങൾ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവിടെ വരാം. ആരെയാണ് വിളിക്കേണ്ടത്? വിശ്വാസിയായ ഹിന്ദുവാണ് അവിടെ പോകേണ്ടത്. ഇനി എന്തിനാണ് വിളിക്കുന്നത്? ഈ 3ാമത്തെ ചോദ്യം പരമപ്രധാനമാണ്. 2018 ശബരിമലയെ പൂർണ്ണമായി തകർക്കുവാൻ പരിശ്രമിച്ച അമ്പലമെന്ന് ചുമരല്ലേ, വിഗ്രഹമെന്ന് കല്ലല്ലേ എന്ന് കമ്മ്യൂണിസ്റ്റുകൾ വിളിച്ചു കൊടുത്തപ്പോൾ വിശ്വസിച്ച ഹിന്ദു അമ്പലങ്ങളിൽ നിന്നും പുറത്തേക്ക് പോയി. അമ്പലങ്ങൾ കാട് കയറി മുടിഞ്ഞ അമ്പലത്തിലേക്കാണ് 960 കാലഘട്ടത്തിൽ ഒരു പറ്റം ചെറുപ്പക്കാർ RSSകാർ കയറി ചെന്നത്. അവർ കയറി ചെന്നു, അമ്പലത്തിന്റെ കാട് ഇട്ട് വൃത്തിയാക്കി. മുടങ്ങിക്കിടക്കുന്ന ദേവിയുടെ പൂജ തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന നാരായണൻ ചേട്ടനും ദേവകി ചേച്ചിയും അവിടത്തേക്ക് വരാൻ തുടങ്ങി. കാട് പിടിച്ച അമ്പലങ്ങൾ. 5 പതിറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം കൊണ്ട് കാട് പിടിച്ചുപോയ അമ്പലങ്ങൾ മുഴുവൻ
RSSന്റെ സ്വയം സേവന്മാർ ചെത്തി വൃത്തിയാക്കിയപ്പോൾ, അവൻ അമ്പലത്തിന്റെ നടയിലും അമ്പലത്തിന്റെ പരിസരത്തും ശാഖ തുടങ്ങിയപ്പോൾ അന്നൊരു പുതിയ മുദ്രാവാക്യം ഉണ്ടായി: അന്തിക്കമ്പലമുറ്റത്ത് 6 അടി മുളവടി കുറുവടി ഏന്തി കവാത്ത് ചെയ്യും RSS എന്ന്. RSS പിന്നീട് അമ്പലത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി. നമുക്ക് അമ്പലത്തിന്റെ എവിടെ നടത്തിയാലും ശാഖ നടക്കുള്ളൂ. ഈ ഭാരതത്തിന്റെ മഞ്ഞുപാളികൾക്കിടയിൽ നടന്നാൽ അത് ശാഖയാണ്. നമ്മൾ 10 സ്വയം സേവന്മാർ ഒന്നിച്ച് ഇവിടെ നിന്നാൽ നമുക്കത് ശാഖയാണ്. പരമപവിത്രമായ ഭഗവദ്ധ്വജം ഉയർത്തി നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് ഏത് മണ്ണിൽ വെച്ച് നിങ്ങൾ പറയുന്നുവോ അതെല്ലാം നമുക്ക് ശാഖയാണ്. നമുക്ക് അമ്പലത്തിന്റെ സ്ഥലം തന്നെ ശാഖയ്ക്ക് വേണമെന്ന് വാശിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിന് അമ്പലത്തിന്റെ നടയിൽ പോയി ശാഖ നടത്തിയത്. അമ്പലമാണ്, ക്ഷേത്രമാണ് ഹിന്ദുവിനെ ഏകോപിപ്പിക്കുന്നത്. ആ ക്ഷേത്ര വിശ്വാസികളാണ് നമ്മൾ ഹിന്ദുക്കള്. അതുകൊണ്ട് തന്നെ അമ്പലങ്ങൾ കാട് പിടിച്ച് മുടിയരുത്. 980 ആയപ്പോഴേക്ക് അമ്പലത്തിൽ തിരിതെളിഞ്ഞു. 990 ആയപ്പോൾ അമ്പലത്തിൽ ശ്രീകോവിലുണ്ടായി. 2000 കാലഘട്ടമായപ്പോഴേക്ക് കാട് പിടിച്ച മുഴുവൻ ക്ഷേത്രങ്ങളും RSSന്റെ പ്രേരണയാൽ ക്ഷേത്രങ്ങൾ മുഴുവൻ ഉയർന്നു വന്നു. അമ്പലം ചുമനാണ്, വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞവര് മിണ്ടാട്ടം മുട്ടി. 2010 ആയപ്പോൾ ക്ഷേത്രം വൻ സംഭവങ്ങളായി മാറി. 2020 ആയപ്പോഴേക്ക് ക്ഷേത്രത്തിൽ തേനീച്ച കൂട്ടങ്ങളെ പോലെ ഭക്തന്മാർ എത്തി തുടങ്ങി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലായി, ഇനി മാർക്സിക സംഗമവും നടക്കില്ല, ഇനി ഏത് നടക്കുള്ളൂ? അയ്യപ്പ സംഗമമേ നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിച്ച ചെന്നായിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ഇതുപോലെ ഹിന്ദുവിന്റെ ഐക്യം സാധ്യമായിരിക്കുന്നു. പുലയനും പറയനും നായരും നമ്പൂതിരിയും ഇനി 90% കമ്മ്യൂണിസ്റ്റുകാരും നമ്മൾ പറയുന്ന ആളുകൾ. നമ്മുടെ കാഴ്ചപ്പാടിൽ 2 തരം കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ. ഒന്ന് കമ്മ്യൂണിസ്റ്റിൽ പെട്ടുപോയ കമ്മ്യൂണിസ്റ്റുകാരനും നാളെ സനാതന ധർമ്മിയാകേണ്ട കമ്മ്യൂണിസ്റ്റുകാരനും. അതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും അവരോട് ഫൈറ്റിങ്ങിന് നിൽക്കരുത്. പശ്ചിമ ബംഗാളിൽ 35 കൊല്ലക്കാലം ഇടതടവില്ലാതെ ഭരിച്ചു. അവിടെ പാർട്ടി മൊത്തം BJP ആയി. ഓഫീസ് പോലും കളർ മാറ്റേണ്ടേ വന്നിട്ടുള്ളൂ. പെയിന്റ് എന്ന് മാറ്റി ചുവപ്പെന്ന് കാവ്യാക്കേണ്ട പണിയേ വന്നിട്ടുള്ളൂ. 25 കൊല്ലക്കാലം ഇടതടവില്ലാതെ ഭരിച്ച ത്രിപുരയിൽ ഇന്നൊരു വാർഡ് മെമ്പർ പാർട്ടിയില്ല. കാരണം അരക്ഷിതാവസ്ഥയിലാണ് ഹൈന്ദവ സമാജം. ഹൈന്ദവ സമാജത്തെ പരിവർത്തനത്തിന് വിധേയമാക്കുവാൻ സമ്മതിക്കാത്ത രാഷ്ട്രീയക്കാരിൽ നിന്നും ആ സമാജത്തെ രക്ഷിക്കുവാൻ കാലമേൽപ്പിച്ച നിയോഗം എന്നിലാണ്, നിങ്ങളിലാണ്, നമ്മളിലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംഘശാഖയിൽ പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഉയരണം. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി. എപ്പോഴും നമസ്കാരം വാത്സല്യവതിയായ എന്റെ മാതൃഭൂമിക്ക്. ഈ മണ്ണിന്റെ അമ്മയാണ്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഈ മണ്ണ് ജന്മഭൂമിയാണ്. എന്നാൽ ഹിന്ദുക്കൾക്കോ ഇത് ജന്മഭൂമിയും പുണ്യഭൂമിയും മോക്ഷഭൂമിയും പിതൃഭൂമിയും മാതൃഭൂമിയുമാണിത്. അതുകൊണ്ട് എപ്പോഴും നമസ്കാരം വാത്സല്യവതിയായ എന്റെ മാതൃഭൂമിക്ക്. ത്വയാ ഹിന്ദു ഭൂമേ സുഖം വർദ്ധിതോഹം. അല്ലയോ ഹിന്ദു ഭൂമേ, നീ ഞങ്ങളെ സുഖമായി വളർത്തി. ഈ മണ്ണിന് 3 പേരുണ്ട്: ഇന്ത്യ, ഭാരതം, ഹിന്ദുസ്ഥാൻ. അർത്ഥശൂന്യമായ ഇന്ത്യ, ഭാരതം ഭാസിൽ രമിക്കുന്നത്, പ്രകാശത്തിൽ രമിക്കുന്നത് ഭാരതം. 3 ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, RSS തന്നെ പെട്രോളാ. HMD ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ്, HBC ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ. ഈ മണ്ണിന്റെ ശരിയായ പേര് ഹിന്ദുസ്ഥാൻ. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ. വിഷ്ണുപുരാണം. വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ. ത്വയാ ഹിന്ദു ഭൂമേ, അല്ലയോ ഹിന്ദു ഭൂമേ സുഖം വർദ്ധിതോഹം. നീ ഞങ്ങളെ സുഖമായി വളർത്തി. നമ്മളെ പോലെ സുഖമുള്ള ജനത ആണിനും പെണ്ണിനും ഇങ്ങനെ ഒന്നിച്ചിരിക്കാം. ഞാൻ ഇസ്ലാമിക പ്രബോധകനായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ എന്റെ അമ്മ പെങ്ങന്മാർ എനിക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു സാരി കെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റില്ല. അഖില ഹാദിയായി, അഖില സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയതാ. പക്ഷെ പിന്നെ വന്നത് കറുത്ത ചാക്കിന്റെ ഉള്ളിലാണ്. കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. എന്റെ പെൺമക്കളെ, നിങ്ങളിത് 1 മിനിറ്റ് ചിന്തിക്കൂ. ആ വേഷം നിങ്ങൾക്ക് തരാം. എന്റെ ഒരു സുഹൃത്ത് 10-20 കൊല്ലം 10-15 കൊല്ലം മുമ്പാ അയാളുടെ ഭാര്യയെ സൗദി അറേബ്യയിലേക്ക് വിടണം. അപ്പൊ നാട്ടിൽ ഇയാൾ ലീവിന് വന്നപ്പോ നമ്മുടെ കല്ലാച്ചി ഒരു കടയിൽ കയറിയിട്ട് ഇതേ ഹിന്ദു ആണ്, രമേശൻ എന്നാണ് പേര്, രമേശൻ പർദ്ദ വാങ്ങുക. രമേശൻ പർദ്ദ വാങ്ങുകയോ? രമേശൻ ചോദിച്ചു, എന്തിനാ മോനിക്ക് പർദ്ദ? 2 പർദ്ദ. അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ സൗദിയിലേക്ക് കൂട്ടുക. ഭാര്യയെ സൗദിയിൽ കൂട്ടുന്നതും പർദ്ദയും തമ്മിൽ എന്താ ബന്ധം? അത് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ പർദ്ദയുണ്ട്. ഇപ്പൊ അത് മാറി. നല്ലൊരു രാജാവ് വന്നപ്പോ ഇപ്പൊ അത് മാറി. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് വലിയ ആഘോഷമായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടിയത് സൗദി അറേബ്യയിൽ സ്ത്രീകളുടെ ഫെസ്റ്റിവൽ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ഇവിടെ ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയാകാം, പ്രധാനമന്ത്രിയാകാം, രാജ്യരക്ഷാ വകുപ്പിലെ മുഖ്യമന്ത്രിയാകാം, ആരുമായി തീരാം. പാശ്ചാത്യ സ്ത്രീകളെ വിളിച്ചത് മിസ്സിസ് ട്രംപ്. ട്രംപിന്റെ ഭാര്യയുടെ പേരെന്താ അറിയാം? മിസ്സിസ് ഒബാമ, ഒബാമയുടെ ഭാര്യ.
ഇത് കേട്ടപ്പോ നമ്മളും പറഞ്ഞു മിസ്സിസ് മേനോൻ, മേനോന്റെ ഭാര്യ. മേനോന്റെ ഭാര്യയുടെ പേരെന്താ? കാർത്തിയായി. പക്ഷെ മേനോന്റെ പേരിൽ അറിയപ്പെടാനാണ് ഈ സ്ത്രീയുടെ വിധി. പക്ഷെ ഭാരതം പറഞ്ഞു പാടില്ല. രാധാകൃഷ്ണൻ രാധയുടെ കൃഷ്ണൻ, സീതാരാമൻ സീതയുടെ രാമൻ, പാർവതി പരമേശ്വരൻ, ഉമാ മഹേശ്വരൻ, ലക്ഷ്മി നാരായണൻ. 33 കോടി ദൈവങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട അമ്മ സഹോദരിമാരെ പകുതിയിലേറെ ദൈവങ്ങൾ സ്ത്രീകളാണ്. ഭഗവതിയും ദേവിയുമാണ് ഏറ്റവും കൂടുതൽ. നവരാത്രി വരാൻ പോകുന്നു. ആദി പരാശക്തിയെ, അമ്മയെ 9 ഭാവത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. പാർവതി ദേവിയെ, ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെ. ശക്തിയുടെ ദൈവം പെണ്ണ ദുർഗാദേവി, വിദ്യയുടെ ദൈവം സ്ത്രീയാണ് സരസ്വതി, സർവ ഐശ്വര്യങ്ങളുടെയും ദൈവം മഹാലക്ഷ്മി സ്ത്രീയാണ്. സ്ത്രീ ആയിപ്പോയി എന്നത് ഒന്നിന്റെയും പരിമിതിയല്ല ഭാരതത്തിൽ. സ്ത്രീ ആയിപ്പോകുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം കൂടിയാണ് ഭാരതത്തിൽ. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം പത്രം വായിക്കാറുണ്ടോ? സ്ത്രീകളും മരിച്ചുകൊണ്ടിരിക്കുക. അവിടെ കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിൽ കുടുങ്ങിയ സ്ത്രീകൾ ദീനരോധനം നടത്തുമ്പോഴും അവിടെ ഒരു നിയമമുണ്ട്, പരപുരുഷൻ സ്ത്രീയെ സ്പർശിക്കരുത്. കാല് പൊട്ടിയ, കൈ പൊട്ടിയ, നെഞ്ചിലേക്ക് വലിയ കോൺക്രീറ്റ് പാടുകൾ വന്ന് വീണ ആ മുസ്ലിം സ്ത്രീകൾ കരയുകയാണ്, ഞങ്ങൾ ആരെങ്കിലും രക്ഷിക്കൂ എന്ന്. ഇവിടെ ഒരു ഭൂകമ്പം നടന്നാൽ, ഒരാണ് വന്ന് നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ നമ്മൾ പറയുക പരപുരുഷൻ തുടരുത് എന്നൊക്കെ. ആലോചിച്ച് നോക്കൂ, അവിടെ 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈവിടുന്ന ഒരു രംഗം യൂട്യൂബിൽ കാണരുത്. ദയനീയമാ. ഉമ്മയുടെയും ഉപ്പയുടെയും മുന്നിൽ വെച്ച് ഒരു മുട്ടിയുടെ മുകളിൽ ആ കുട്ടിയുടെ കൈവച്ചിട്ട് ഒരു വാള് കൊണ്ട് ഒരൊറ്റ വട്ട, കൈപ്പത്തി വേറെ, കുട്ടി കരഞ്ഞുകൊണ്ടോടുന്ന രംഗടി. കുട്ടി എന്താണെന്നറിയോ? എന്റെ പെമ്മകൾ കേൾക്കണം, നെയിൽ പോളിഷ് ഇട്ടു. നമ്മുടെ നാട്ടിൽ ക്യൂട്ടസ് എന്ന് പറയൂലേ, ഇസ്ലാമിക നിയമപ്രകാരം നെയിൽ പോളിഷ്. നമ്മുടെ മക്കളൊക്കെ എത്ര സുന്ദരികളായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് പോവുക. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു സംഭവമുണ്ട്. ഞങ്ങൾ കോട്ടയത്തേക്ക് പോവുകയാണ്. താനൂരിലെത്തിയപ്പോ 3 പെൺകുട്ടികൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്നിരുന്നു ഈ ട്രെയിനിൽ. 2 ഹിന്ദു പെൺകുട്ടികളും ഒരു മുസ്ലിം പെൺകുട്ടിയും. ഹിന്ദു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി. എങ്ങനെ മനസ്സിലാവും? രൂപം കൊണ്ട് മനസ്സിലാവില്ലേ? തട്ടിട്ടുണ്ട്. മുസ്ലിം പെൺകുട്ടി തട്ടം ഇങ്ങനെ വലിച്ച് താത്തുന്നുണ്ട്. അവരുടെ മുടി ഞങ്ങൾ കാണാതിരിക്കാൻ കയറി ഇടപെടരുത്, അത് അവരുടെ സ്വാതന്ത്ര്യം. നമ്മളെ എടുക്കുന്നത് മുഖം മറക്കുന്നതിന് മാത്രം. ഇതാണാണോ പെണ്ണാണോ ഭീകരനാണോ പട്ടാളക്കാരനാണോ തിരിച്ചറിയാൻ പറ്റൂല. ഹിന്ദു പെൺകുട്ടിയുണ്ട്, പാന്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. മൊത്തം കീറി പറഞ്ഞിരിക്കുന്നു. അതിലും കയറി ചൊറിയാൻ നിൽക്കരുത്. നിങ്ങൾ ചുരിദാർ ധരിക്കുന്ന പോലെ, സെറ്റ് സാരി എടുക്കുന്ന പോലെ അവർക്ക് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾ കരുതുന്നത് ഇതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയൊന്നുമല്ല. കീറി പറഞ്ഞു നോക്കിയാൽ നമ്മളൊക്കെ മുമ്പിടുമായിരുന്നു ദാരിദ്ര്യം കൊണ്ട്. ഇപ്പം പുതിയ വസ്ത്രം മേടിച്ചിട്ട് മൊത്തം കീറി പറഞ്ഞു. ഞാൻ ഫോക്കസ് മാൾ ചെന്നപ്പോ ഈ പാന്റ് കണ്ടിട്ടുണ്ട്, അടിയിലൊന്നും ഒരു സംഗതി ഇല്ല, 4000 രൂപ. ഈ പാന്റ് ഇടുന്നതിന് കുഴപ്പമുണ്ടോ? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ധരിക്കാം. ഇനി ഇതൊക്കെ നാട്ടുകാർ മൊത്തം കാട്ടെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ധരിക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പാൻറ്റിട്ട് ഒരു ചോദ്യമുണ്ട്. ഹിന്ദു ആയതിൽ അഭിമാനിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ പൊന്നു മോളെ, നിനക്ക് ഈ പാൻറ് ഉണ്ടെങ്കിൽ നീ ഒരു ഹിന്ദു പെൺകുട്ടി ആയിരിക്കും. നീ കംഫർട്ടായിട്ടൊന്ന് മതം മാറി നോക്ക്, അപ്പം മനസ്സിലാവും നിനക്ക് ഇന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില. പണ്ടൊരു തോണി പുഴ കടന്നുകൊണ്ടിരിക്കുക, അതിലൊരു പന്നിയുണ്ട്. പന്നി ഇടത്തോട്ട് ചാടി, തോണി ഇടത്തോട്ട് മറിയാൻ പോയി. പന്നി വലത്തോട്ട് ചാടി, ഈ തോണി വലത്തോട്ട് മറിയാൻ പോയി. അപ്പൊ നാട്ടുകാർ പന്നിയുടെ മുതലാളിയോട് പറഞ്ഞു, എടോ തന്റെ പന്നി കാരണം നമ്മളെല്ലാം വെള്ളത്തിലാണ്, പന്നിയോടൊന്ന് പറയും. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ പന്നി കേൾക്കൂല. അപ്പൊ കൂടുതൽ പണ്ഡിതരുണ്ടായിരുന്നു, നമുക്ക് ഈ പ്രശ്നം ഇപ്പൊ ഒന്ന് പരിഹരിക്കാം, നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ മതി. എല്ലാവരും കൂടി പന്നിയെ പോകാൻ പറഞ്ഞു, എടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞു. പന്നി എല്ലാവരും കൂടി പുഴയിലെറിഞ്ഞു. പന്നി കുറേ സമയം ഇങ്ങനെ തോണിയുടെ പിറകിൽ ഇങ്ങനെ നീന്തി. അപ്പൊ പണ്ഡിതൻ പറഞ്ഞു, പന്നി എടുത്ത് തോണിയിലിടാൻ പറഞ്ഞു. എല്ലാവരും കൂടി പന്നി എടുത്ത് തോണിയിലിട്ടു. പിന്നെ ഒരു കുഴപ്പമില്ല, പന്നി ശ്വാസം കഴിക്കാൻ മാത്രം ചെയ്യുന്നു. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, അല്ലയോ പണ്ഡിത, എന്താണ് സംഭവിച്ചത്? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് പന്നിക്കറിയില്ലായിരുന്നു വെള്ളത്തിൽ വീണാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ 10 മിനിറ്റ് നീന്തിയപ്പോൾ പന്നിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനിയും ഞാൻ ഇവിടുന്ന് കുരുതക്കേട് കളിച്ചാൽ എന്നെ എടുത്തിട്ട് ഇവര് വീണ്ടും വെള്ളത്തിൽ എറിയുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം അങ്ങനെ മുഴുവൻ അനുഭവിച്ച് ഹിന്ദുവിനിട്ട് പണിയും കൊടുത്ത് സരസ്വതി ദേവിയെ ഉടുതുണിയില്ലാതെ വരച്ച് അമ്പലത്തിലും പോകാതെ ഒന്നും ചെയ്യാതെ നടക്കുന്ന 10 മക്കളെ പിടിച്ചിട്ട് 10 ദിവസം അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ഇടുക. ഇങ്ങെടുക്കുക, ഒന്നും പറ്റരുതേ, ഇങ്ങെടുക്കുക. നല്ല കുട്ടികളായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പം മനസ്സിലാവില്ല മക്കളെ ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യം. അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ നമുക്ക് മടിയാ. ഞായറാഴ്ച 10 മണി വരെ കിടന്നു പറയാം, മടി മടി മടി. പക്ഷെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ 10 ദിവസം ഈ നാട്ടിൽ നിന്നൊന്നും മാറുന്നു പറയാം. ഇപ്പൊ ഹിന്ദു ജനസംഖ്യ കുറയുമ്പോ ഹിന്ദുക്കൾ RSSകാർ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഹിന്ദു ജനസംഖ്യ കുറഞ്ഞാൽ
നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഞാൻ കാസർഗോഡ് ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഗണേശോത്സവത്തിൽ പോയിരുന്നു. കാഞ്ഞങ്ങാട് ടൗണിലെത്തിയപ്പോൾ ഒരാവശ്യത്തിന് ഇറങ്ങിയതാണ്. അവിടുത്തെ മുസ്ലിം സ്ത്രീകള് പർദ്ദയിടും ബുർഗയും ധരിക്കും. ഈ കണ്ണിന് നെറ്റ് അടിച്ചാണ്. ഈ കണ്ണിന് നെറ്റ്, കണ്ണ് മാത്രമേ കാണൂ, ഈ കണ്ണങ്ങാൻ നമ്മൾ തുറച്ചു നോക്കി കാണുമെന്ന് കരുതിയിട്ട് അത് നെറ്റും അടിച്ചു കളഞ്ഞു. ഇടുവോ നിങ്ങൾ ഈ വസ്ത്രം? സർവധർമ്മ സമഭാവന, അതാണ് ഹിന്ദുത്വം. എല്ലാവരെയും സ്വീകരിക്കുവാൻ കഴിയുന്ന ഹിന്ദുത്വം. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ചവർക്ക് പള്ളി പണിത് കൊടുത്തു ഹിന്ദുത്വം. നിങ്ങൾ എറണാകുളം ഭാഗത്ത് പോകുമ്പോൾ കൊടുങ്ങല്ലൂരിനാണ് പോകുന്നതെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായ ഒരു പള്ളി കാണാം, ചേരമാൻ പെരുമാൾ പള്ളി. ഹിന്ദു രാജാവ് ഉണ്ടാക്കി കൊടുത്താണ്. ദുർഗാദേവി ക്ഷേത്രത്തിന് വേണ്ടി വെച്ച കല്ലും മരം കൊണ്ടുണ്ടാക്കിയപ്പെട്ടതാണ് ആ ക്ഷേത്രം, ആ പള്ളി. സെന്റ് തോമസും കൂട്ടരും വന്നപ്പോ നമ്മൾ സ്വീകരിച്ച് അവർക്ക് ചർച്ച പണി കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വേട്ടയാടി കൊന്ന സമയത്ത് ജൂതന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോരപ്പൊടിയാതെ ജൂതനെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞ നാട് കമ്മ്യൂണിസത്തെ സ്വീകരിച്ച് 950 കൊണ്ടുവന്ന് 957 EMSനെ മുഖ്യമന്ത്രിയാക്കിയ നാട്. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതാണ് ഹിന്ദുവിന്റെ ഭരണഘടന. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാവുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിൽ നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാവുന്ന ഈശ്വരനിൽ വന്നു ചേരുമെന്ന് പറഞ്ഞ സനാതന ധർമ്മത്തെ നമ്മുടെ സമാജത്തിന്റെ ഓരോ ഹൃദയങ്ങളിലും തരംഗമാക്കുവാനാണ് ഇന്ന് വൈകുന്നേരം ഗണേശോത്സവം നടക്കുന്നത്. സാർവജനിക ഗണേശോത്സവം. DJ ഒക്കെ ഉണ്ടാവും. നമ്മുടെ ചെറുപ്പക്കാർക്ക് ആടിത്തിമർക്കണം. പക്ഷെ സംസ്കാരത്തിന് നിരക്കാത്ത ഒന്നും പറ്റാതെ നോക്കണം എന്റെ പ്രിയമുള്ളവർ. എന്റെ ചെറുപ്പക്കാരുള്ള അഭ്യർത്ഥനയാണ്, നമ്മുടെ സംസ്കാരത്തിന് നിറക്കാത്ത പാട്ടുകൾ വെക്കരുത്. അടിച്ച് തലകൊഴിയും, വെട്ടും ഞാൻ, കുത്തും ഞാൻ, അതൊന്നും വേണ്ട. നല്ല ഭക്തി ഗാനങ്ങളുണ്ട്, അടിപൊളി ഭക്തിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയാണല്ലോ, നല്ല ബാസുള്ള ഗംഭീരമായ മ്യൂസിക് ഉള്ള, അതിൽ ദൈവിക ചൈതന്യം ഉണ്ടാകും. ഞങ്ങളുടെ മെയിൻ പരിപാടി അതുകൂടി സൂചിപ്പിച്ച്, ഞാൻ സനാതന ധർമ്മ പാഠശാല എന്ന് പറയുന്ന ഓൺലൈൻ സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങൾ 1000 കുട്ടികളുടെ രാമായണ പാരായണം ഇവിടെ വെച്ച് നടത്തി എറണാകുളത്ത്. നിങ്ങളുടെ ഈ ജില്ലയിൽ നിന്ന് 67 കുട്ടികൾ പങ്കെടുത്തു. എറണാകുളത്ത് 14 ജില്ലകളിൽ നിന്ന് 1000 കുട്ടികളെ തീരുമാനിച്ചിട്ട് അതിലും കുട്ടികൾ വന്നു. നമ്മുടെ മക്കളെ രാമായണം പഠിപ്പിക്കണം 5 വയസ്സ് മുതൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. രാമനിൽ അഭിമാനിച്ച പോരാ, രാമായണം പഠിക്കണം നമ്മള്. ഈ രാമായണം പഠിച്ചുള്ള കാര്യം എന്താണെന്നറിയാം? മലയാള ഭാഷ ശുദ്ധായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ പയ്യനോട് പോലീസ് സൂപ്രണ്ട് എന്ന് എഴുതാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ മേടിച്ചു നോക്കുക, ഈ പ്രായം ഏതാണെന്ന് പറഞ്ഞിട്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് കൃത്യമായിട്ട് മലയാളം എഴുതാൻ അറിയില്ലെന്നേ. എല്ലാവരും അല്ലേ കുട്ടികളൊക്കെ മിടുക്കന്മാരാ. മലയാളം എഴുതാൻ അറിയില്ല. മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരെ പഠിപ്പിക്കുകയാണ്. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. അധ്യാത്മരാമായണ. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യേ കേണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ. അടുത്ത വരി ഒന്ന് വായിക്കാനും പഠിക്കാനും കുറച്ച് പണിയുണ്ട്. വാരിജോദ്ഭവ മുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോൽ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. 100,000 വിദ്യാർത്ഥികളെ രാമായണം പഠിപ്പിക്കാനുള്ള ഒരു വലിയ പ്രയത്നം ഈ 15-ാം തീയതി തുടങ്ങിയാണ്. ഞാൻ ലിങ്ക് അയച്ചു തരാം. താല്പര്യമുള്ള രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കയറാം. രാമായണം പഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുഞ്ഞിനെ കിട്ടും. രാമായണം പഠിപ്പിച്ചില്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന തോന്നിയതുപോലെ അവർ പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കുഞ്ഞ് നിങ്ങൾക്ക് വേണോ? അച്ഛനമ്മമാരെ പുത്രനും പുത്രിയായി കരുന്നവൾ. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പുന്നാമ നരകത്തിൽ നിന്നും പിതാവിനെ മാതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവൻ ആരോ അവൻ പുത്രനോ പുത്രി. എന്നാൽ നരകം. ചുരുക്കി പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും മക്കള് നരകത്തിൽ കൊണ്ടുപോയി പതിപ്പിക്കില്ല. 16 വയസ്സുള്ള കുട്ടി തെറ്റായ പ്രണയം നടത്തി എന്റെ തൊട്ടടുത്ത പ്രദേശത്താണ്. 18 വയസ്സായപ്പോൾ അവൾ അവന്റെ കൂടെ ചാടി. ശില്പ എന്ന പേര്. 18 വയസ്സ് കഴിഞ്ഞപ്പോ അവക്ക് എവിടെ കിട്ടിയെന്നറിയാം? MBBS കിട്ടി. ഫസ്റ്റ് ഇയർ. മിടുക്കി കുട്ടിയാ. 17ാം വയസ്സിൽ എൻട്രൻസ് ചെയ്ത് കിട്ടിയതാ. പക്ഷെ അവൾ പ്രണയം 19 വയസ്സായി കാണും. അവൾ ചാടി. 10 കൊല്ലം മുമ്പുള്ള ചരിത്രം. ഒരു മാഷ മോളാ. ഞാൻ അവളെ കണ്ടു ഒരു 6 മാസം മുമ്പ് വടകര റെയിൽവേ സ്റ്റേഷനിൽ.
ശില്പയോട് ചോദിച്ചു, മോളെ സുഖേല്? 2 കുട്ടികൾ കൂടെ, ഒരു 8, ഒരു 6 വയസ്സൊക്കെ തോന്നിക്കുന്ന കുട്ടികൾ. അവളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയ തെറ്റായ പ്രണയം, ജീവിത ലക്ഷ്യത്തെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞ പ്രണയം. ഒരു പാമ്പിന്റെ ചിഹ്നമൊക്കെ വെച്ചുകൊണ്ട് വെള്ളക്കോട്ടും സ്റ്റെതസ്കോപ്പ് എന്താ പറയുക സാധനമൊക്കെ ധരിച്ച് ഒരു ഡോക്ടറായി വരേണ്ട കുട്ടിയാണ് കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയത്. പ്രണയത്തിന് ആരും എതിരില്ല. രാമൻ സീതയെ പ്രണയിച്ചതുപോലെ, ഉമമഹേശ്വരനെ പ്രണയിച്ചതുപോലെ. പക്ഷെ പ്രണയത്തിന് കാലമുണ്ട്. കാലേതാ? ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യണം. ഇന്ന് 15 വയസ്സുള്ള കുട്ടി ചിന്തിക്കണം, 10ാം ക്ലാസ്സിലാണ് ഞാൻ, 25ാമത്തെ വയസ്സിൽ ആരായിരിക്കും ഞാൻ 25ാമത്തെ വയസ്സിൽ? ദാറ്റ് ഈസ് ഗോൾ സെറ്റിംഗ്. നമ്മുടെ മക്കൾ തന്നെ പ്രിയമുള്ളവരെ 10 വയസ്സിനുള്ളിൽ ഗോൾ സെറ്റ് ചെയ്യണം. 10 വയസ്സാകുമ്പോൾ അവർക്ക് ഗോൾ സെറ്റ് ചെയ്യണം. 15 കൊല്ലം കഴിഞ്ഞാൽ അവർ ആരായിരിക്കുമെന്ന് അവരുടെ ഉള്ളിൽ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ച 2000-ഓളം കുട്ടികളെ ഞങ്ങളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ IAS ട്രെയിനിങ് സെന്റർ, RSSന്റെ വിഭാഗം ചെയ്ത സങ്കല്പ് IAS, ഇവിടെ ഞങ്ങൾ അവരും ചേർന്നിട്ട് ഇപ്പൊ 250 കുട്ടികളെ IAS പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് സ്വപ്നമുണ്ട്, IAS ആണ്, IPS ആണ്. എന്ത് ചെയ്യണം? കിടന്നുറങ്ങിയാൽ സ്വപ്നം കിട്ടുമോ? ഉറക്കത്തിൽ കാണുന്നത് സ്വപ്നം, ഉറക്കിനെ കെടുത്തുന്നത് ലക്ഷ്യം. ഉറക്കിനെ കെടുത്തുന്നതാണ് ലക്ഷ്യം. APJ അബ്ദുൽ കലാമിന്റെ വാക്കാ. നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് 10 കൊല്ലം കഴിഞ്ഞാൽ ഈ ഗണേശോത്സവ സമിതി എത്ര IAS എത്ര IPS ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു 2 കുട്ടികളെങ്കിലും, ഇന്ന് 50 കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാവർക്കും IAS IPS കിട്ടില്ല. നമുക്ക് അങ്ങനെ വലിയ ടാർഗറ്റ് വെക്കണം. കാരണം ഈ രാജ്യം നയിക്കുന്നത് ഡെമോക്രസിയും ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലെ പ്യൂണ് മുതൽ കലക്ടർ വരെയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇവർ അഴിമതിക്കാരായാൽ നാടൊരിക്കലും നന്നാവില്ല. നമ്മുടെ കേരളം ഇന്ന് കാണുന്നത് ഏറ്റവും വലിയ അഴിമതിയാണ്. എന്തിലും ഏതിലും അഴിമതി. അപ്പൊ അവിടെയാണ് ഈ നന്മകളെ മുഴുവൻ പ്രദാനം ചെയ്യുന്ന മഹത്തായ പ്രസ്ഥാനം നമ്മുടെ സംഘം പറയുന്നു, മഹാമംഗലയായ പുണ്യഭൂമേ ത്വദർത്തെ നിനക്കു വേണ്ടി പദത്വേഷക്കായോ, എന്റെ ഈ ശരീരം പതിച്ചുകൊള്ളട്ടെ. ഞാൻ ഭാരതമാതാവിന് വേണ്ടി ജീവിക്കുന്നു, ആവശ്യമെങ്കിൽ ഭാരതത്തിന് വേണ്ടി മരിക്കും. മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവിതമമ്പേ നിൻ പൂജയ്ക്കായി, മരണം ദേവി നിൻ മഹിമയ്ക്കായി. നിങ്ങളുടെ നാട്ടിൽ നിന്ന് 2 കാലും വെട്ടിമാറ്റിയ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ ലക്ഷ്യം മറന്നുപോയില്ല. കാല് പോയി, പക്ഷെ ലക്ഷ്യം പോയില്ല. നിരന്തരം പരിശ്രമിച്ചു. രാഷ്ട്രം അദ്ദേഹത്തെ MP ആയിട്ട് ആദരിച്ചിരിക്കുന്നു. നമ്മുടെ സംഘാഷ്ടകത്തിൽ പറയും, പൂവിട്ടു വാഴ്ത്തി അനുകൂലികൾ ആദരിക്കാം, ശൂലത്തിലേറ്റി എതിരാളികൾ നിഗ്രഹിക്കാം, ഒന്നിച്ചു പോന്നവരിടക്ക് മടങ്ങിയേക്കാം, നന്നു വാഴ്ത്തിയവർ നാളെ മറിച്ചുവല്ലാം. അതുകൊണ്ട് OK വാസു പോയാലും സന്ദീപ് വാര്യർ പോയാലും നമുക്കുമില്ല. എന്തുകൊണ്ടാ? ഇവരാരെയും കണ്ടിട്ടല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരേക്ക് എന്റെ നാടീ ഞരമ്പുകൾ ഹൃദയരക്ത തുടിപ്പേറ്റു പാടുമോ, അതുവരേക്ക് പ്രളയം വരികിലും വെടിയില്ല ഞാൻ ഈ വഴിക്കാരെ. അനുഗമിച്ചവരെന്നെ വെടിഞ്ഞിടാം, അരുമയുള്ളവർ പോലും ഒഴിച്ചിടാം, ഒടുവിൽ ഏകനായി തീർന്നിടാമെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരേ. ഇത് പൂവിട്ട വഴിയല്ല, സുതം കണ്ഠകാകീർണമാണ്. സുതം ജൈവയ കണ്ഠകാകീർണ മാർഗം. സ്വയംസേവന്റെ 3ാമത്തെ ഗുണമാണ് കല്ലും മുള്ളുകളും നിറഞ്ഞ ഈ മാർഗത്തെ കടന്നു പോകുവാനുള്ള തെളിഞ്ഞ ബുദ്ധി ഭഗവാൻ എനിക്ക് നൽകൂ. പരം സാധനം നാമ വീരവ്രതം, എനിക്ക് വീരവ്രതം നൽകൂ, നിശ്ചയദാർഢ്യം. എത്രയെത്ര ബലിദാനികളാണ് പാനൂർ കാര്യത്തിൽ ചെന്നാൽ കാണാൻ കഴിയുക. എത്രയെത്ര ബലിദാനികളെ തലശ്ശേരി കാര്യത്തിൽ ചെന്നാൽ കാണാൻ കഴിയും. നിങ്ങളുടെ സമാജത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ച എത്ര പേർ നിങ്ങളുടെ കൂടെ ഇല്ലാതെ പോയി. എന്നിട്ടും നമ്മൾ ഈ വഴി എന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല? പൂവിട്ടു വാഴ്ത്തി അനുകൂലികൾ ആദരിക്കും, ശൂലത്തിലേറ്റി എതിരാളികൾ നിഗ്രഹിക്കും, ഒന്നിച്ചു പോന്നവരിടക്ക് മടങ്ങിയേക്കും, നന്നെന്നു വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് വന്നത്. നമ്മുടെ ലക്ഷ്യമുണ്ട്, പരം സാധനം നാമ വീരവ്രതം. വീരവ്രതത്തോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിക്കുന്നത്. നമ്മുടെ ധ്യേയനിഷ്ഠ എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഉന്നതി. പ്രാർത്ഥനയിൽ പറയും, പരം സാധനം നാമ വീരവ്രതം. എന്നിട്ട് പറയും, ഈ രാജ്യത്തെ സർവതോന്മുഖമായ ഉന്നതിയിലേക്ക് നയിക്കണമെങ്കിൽ എനിക്കൊരു ലക്ഷ്യം തരണം. അതേതാണ്? പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം വിദായസ്യ ധർമ്മസ്യ സംരക്ഷണം. ഈ നാടിന്റെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ഞാൻ ജീവിക്കുന്നു, ആവശ്യമെങ്കിൽ മരിക്കുന്നു. അതുകൊണ്ടാണ് 1963 ഇന്ത്യൻ റിപ്പബ്ലിക്കൻ പരേഡിൽ RSSന്റെ 3000 ആളുകൾ ഇന്ത്യൻ സൈന്യത്തിലൂടെ മാർച്ച് ചെയ്തു. അന്ന് മോദിയല്ല രാജ്യം ഭരിക്കുന്നത്, ജവഹർലാൽ നെഹ്റുവാ. എന്തേ കാരണം?
62 ഇന്ത്യ ചൈന യുദ്ധത്തിൽ സൈന്യത്തിന്റെ രണ്ടാം നിരയായി പ്രവർത്തിച്ചു. എത്രയെത്ര സ്വയം സേവകന്മാർ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിദാനം നൽകി. അങ്ങനെയുള്ള സ്വയം സേവകന്മാർ ചേർന്ന് ഗണേശോത്സവം നടത്തുന്നത് ശാഖയ്ക്ക് പുറത്തുള്ള പരിപാടിയാണ്. എല്ലാവരെയും ശാഖയിൽ കൊണ്ടുവരിക പ്രായോഗികമല്ല. ഗ്രാമങ്ങളിൽ 1% RSSകാർ, നഗരങ്ങളിൽ 3% RSSകാർ. 1000 പേർ ജീവിക്കുന്ന ഗ്രാമത്തിൽ 10 പേരെ RSSകാർ വേണ്ടു. പക്ഷെ 5 ഗുണങ്ങൾ വേണം: ശക്തി, സുശീലം, ശ്രുതം, വീരവ്രതം, ധ്യേയനിഷ്ഠ. ഈ 5 ഗുണങ്ങൾ ഏതൊരു വ്യക്തിക്കുണ്ടോ ആ 10 പേരാണ് ഈ സമാജത്തെ സംഘടിപ്പിക്കുക. ഈ വലിയ ഗണേശോത്സവത്തിന് ആയിരക്കണക്കിന് ആൾ കമ്മിറ്റി ഒന്നും ഉണ്ടാവില്ല. ഈ ഗണേശോത്സവത്തിന് അടിസ്ഥാനപരമായിട്ട് ഓടുന്നതും ചാടുന്നതും 10 പേരായിരിക്കും. പക്ഷെ ആ 10 പേരാണ് 990 പേരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ആ 10 പേര് ചിന്തിക്കുന്നത് പോലെ ആ സമാജം ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോയപ്പോ ആ പഞ്ചായത്ത് നമ്മളാ ഭരിക്കുന്നത്. തൊട്ടടുത്ത പഞ്ചായത്തും നമുക്ക് 8 വാർഡ് മെമ്പർമാരുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് സമാജം നമുക്കൊപ്പം ചെയ്യും. മോദിജി എന്ത് ചിന്തിക്കുന്നുവോ അതാണ് രാഷ്ട്രത്തിന്റെ വൈഭവം എന്ന് ഭൗതികമായിട്ട് നമ്മൾ പറയുമ്പോൾ RSSന്റെ പ്രാർത്ഥനയിൽ പറയുന്ന പരം വൈഭവം സാധ്യമാകണമെങ്കിൽ ഇന്ന് കോൺഗ്രസിൽ പെട്ടുപോയ, കമ്മ്യൂണിസത്തിൽ പെട്ടുപോയ അവരെല്ലാം പാർട്ടി ഉപേക്ഷിക്കണം എന്നൊരു നിർബന്ധമില്ല. കമ്മ്യൂണിസത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നല്ല ഹിന്ദു ആയിരിക്കണം, കോൺഗ്രസിൽ പ്രവർത്തിച്ച് നല്ല ഹിന്ദു ആയിരിക്കണം. തിരിച്ചറിയണം ആരാണ് ഹിന്ദുവിന്റെ മിത്രം, ആരാണ് ഹിന്ദുവിന്റെ ശത്രു, ആരാണ് ഈ ധർമ്മത്തിന്റെ വാഹകൻ, ആരാണ് ഈ ധർമ്മത്തെ പിന്നിൽ നിന്ന് കുത്തുവൻ എന്നറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച, നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയ വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ ഈ സനാതന ധർമ്മത്തെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, കാലമേൽപ്പിച്ച നിയോഗത്തെ ഭംഗിയായി നിർവഹിക്കുവാൻ വിഘ്നേശ്വരന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.